ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് മിനി ചെയ്തൊരു സ്പെഷ്യൽ പാലക്കാടൻ സ്റ്റൈൽ ഓട്ടടയാണ് കേട്ടോ. അതായത് നമ്മുടെ ഇവിടുത്തെ ഒരു ഇലയുടെ പോലെ ഉണ്ടാവും, ഇലയുടെ അല്ലേ അതുപോലെ ഉണ്ടാവും കാണാനായിട്ട്, പക്ഷേ കുറച്ച് ഡിഫറെൻ്റ് ഉണ്ട് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ അതിന് മുമ്പായിട്ട് നമുക്ക് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇപ്പം ഞാൻ എടുത്തിട്ടുള്ളത് ഒരു അരമുറി തേങ്ങ, അതിലേക്ക് കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കാം. നമുക്ക് ഏലക്കായ പൊടിച്ചത് വേണമെങ്കിൽ അത് ഇട്ട് കൊടുക്കാം. പിന്നെ കാഷ്നട്ട്, കിസ്മിസ് എന്ത് വേണമെങ്കിലും ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇനി നമ്മൾ മധുരം പഞ്ചസാര ഒന്നും ചേർക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഷുഗർ പേഷ്യൻസിനൊക്കെ വളരെ നല്ലതാണ് കേട്ടോ. നമ്മൾ ഗോതമ്പ് പൊടിയാണ് ഇതിന് യൂസ് ചെയ്യുന്നത്, അതുകൊണ്ട് തന്നെ. ഓക്കെ, അപ്പം നമുക്ക് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് നമ്മളൊരു 1/2 കിലോ ഗോതമ്പ് പൊടിയാണ് എടുത്തിട്ടുള്ളത്, ഒരു 500 ഗ്രാം. അപ്പോൾ അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള നെയ്യും കൂടി ചേർത്ത് കൊടുക്കാം. നെയ്യും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ കുഴച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. ഇപ്പം ഇളം ചൂടുവെള്ളം എടുത്തിട്ട് നമ്മൾ കുഴക്കുക കേട്ടോ. അപ്പോൾ ചപ്പാത്തിയുടെ പോലെ കുഴച്ചെടുക്കേണ്ട ആവശ്യമില്ല, കുറച്ചും കൂടി ലൂസായിട്ടാണ് നമ്മൾ ഇത് കുഴച്ചെടുക്കുന്നത്. അതായത് അത്ര ടൈറ്റിലല്ല കേട്ടോ, അപ്പോൾ പെട്ടെന്ന് തന്നെ കുഴഞ്ഞ് കിട്ടും. നമ്മളത്ര ടൈറ്റാക്കിയിട്ടൊന്നും അല്ലല്ലോ കുഴക്കുന്നത്, അതുകൊണ്ട് ആവശ്യത്തിന് വെള്ളം ചേർത്തിട്ട് നമ്മൾ കുഴച്ചെടുക്കുക. നമ്മൾ ഉരുട്ടിയെടുക്കാനുള്ള പാകം ഒന്നും വേണ്ട, നമുക്കിങ്ങനെ കുറച്ച് സെപ്പറേറ്റ് കൈമേലിങ്ങനെ കിട്ടൂലേ, ആ ഒരു പാകമായാൽ മതി. അതായത് ഇങ്ങനെ പൊളിച്ചെടുക്കാനുള്ള അങ്ങനെ ആയി കിട്ടിയാൽ മാത്രം മതി. എന്നിട്ട് ഒരു 5 മിനിറ്റ് റെസ്റ്റ് ചെയ്യാം വെക്കുക. എന്നിട്ട് നമുക്ക് ഒരു പാന് അടുപ്പത്തേക്ക് വെക്കാം. ദോശത്തവയോ അങ്ങനെ എന്താണെന്ന് വെച്ചാൽ അത് വെച്ച് കൊടുക്കാം. അത് ചൂടാവണം. നല്ലപോലെ ചൂടായതിന് ശേഷം ഒരു വാഴയില ഉണ്ടല്ലോ, അതെടുത്തിട്ട് കട്ട് ചെയ്ത് കഴുകി വൃത്തിയാക്കിയിട്ട് നമുക്കിതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കാം, ഈ പാനിൻ്റെ മുകളിലേക്ക്. ഇതിലാണ് നമ്മളിത് ഉണ്ടാക്കിയെടുക്കുന്നത് കേട്ടോ. ശ്രദ്ധിച്ച് ഉണ്ടാക്കണം, കുട്ടികളൊന്നും ചെയ്യരുത്. ഇത് കൈ പൊള്ളും, നമ്മൾ ഇതിൻ്റെ മുകളിൽ വെച്ചിട്ടല്ലേ ചെയ്യുന്നത്. അപ്പോൾ പാനിൻ്റെ മുകളിലൊക്കെ തട്ടിയാൽ കൈ പൊള്ളാൻ ചാൻസ് ഉണ്ട്. എന്നിട്ടൊരു ഇതെടുത്തിട്ട് ഒരു ബോൾ പോലെ കുറച്ചെടുത്തിട്ട് ഇതുപോലെ ഇങ്ങനെ കൈ കൊണ്ട് പരത്തി കൊടുക്കുക. ഇപ്പോൾ ഇതാക്കുന്നത് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ എല്ലാവർക്കും എത്രത്തോളം ലൂസിലാണിത് നമ്മൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതുപോലെ കൈ കൊണ്ട് ഇങ്ങനെ പരത്താനുള്ള പാകത്തിലാണ് നമ്മളിത് ചെയ്തെടുക്കുന്നത് മാവ് കേട്ടോ. അപ്പോൾ അതുപോലെ ആക്കിയെടുക്കുക. നല്ലപോലെ പ്രസ് ചെയ്ത് ഇങ്ങനെ അത്യാവശ്യം ഒരു റൗണ്ട് പോലെ ഒക്കെ ആക്കിയെടുക്കുക. ഇപ്പോൾ അത് നല്ലപോലെ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ഒരു ഭാഗം ചൂടായതിന് ശേഷം നമുക്കിതിലേക്ക് നമ്മുടെ എടുത്തു വെച്ച തേങ്ങ ഇട്ട മസാല ഉണ്ടല്ലോ, തേങ്ങയും പഞ്ചസാരയും പിന്നെ ഏലക്കായപ്പൊടിയും അങ്ങനെ കിസ്മിസോ അങ്ങനെ എന്തെങ്കിലും ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുത്താൽ ആ മസാലയില്ലേ, ആ ഒരു ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുക. ഒരുപാടൊന്നും വേണ്ട, കുറച്ച് മാത്രം മതി. ഇങ്ങനെ പരത്തിയിട്ട് വെച്ച് കൊടുക്കുക എല്ലാ സൈഡിലേക്കും ആവുന്ന രീതിയിൽ. ഇപ്പോൾ ഇനി നമുക്കിത് ഒന്നൊരു ഭാഗം ആയിട്ടുണ്ടാകുമല്ലോ, ഇനി നമുക്കിതിങ്ങനെ മടക്കി കൊടുക്കാം. എന്നിട്ട് മടക്കി കൊടുത്തിട്ട് 2 ഭാഗവും മറിച്ചിട്ടിട്ട് ഒക്കെ വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക കേട്ടോ, മടക്കി കൊടുത്തിട്ട് നല്ലപോലെ പ്രസ് ചെയ്ത് കൊടുക്കുക. ഒട്ടി പിടിക്കാൻ വേണ്ടിയിട്ടാണ്, 2 ഭാഗവും തമ്മിൽ ഒട്ടി നിൽക്കണമല്ലോ. അപ്പോൾ ഏകദേശം നമ്മുടെ ഇലയുടെ ഒക്കെ ഷേപ്പിലാണ് ഈ സംഭവം ഉണ്ടാവുക കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റും ഹെൽത്തിയും ആയിട്ടുള്ള റെസിപ്പിയാണ്. കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാവും. ഈവനിങ് സ്നാക്കൊക്കെ ആയിട്ട് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ഇനി നമുക്ക് അപ്പുറത്തെ ഭാഗം കൂടി ഒന്ന് തിരിച്ചിട്ടിട്ട് അങ്ങനെ പൊരിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ ഓട്ടട വരെ റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങൾ കമൻറ്റിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അതുവരെ സ്റ്റേ ടു മൈ ചാനൽ. ബൈ ബൈ.